അറബ് ലോകവും പ്രവാസവും ഉൾച്ചേർന്ന സിറ്റി ഫ്ലവർ വീക്കെൻഡ് അറേബ്യയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ ഏറ്റവും പീഡിത വിഭാഗമാണ് ഗാർഹിക ജോലിക്കാർ. മതിയായ വേതനമോ ആനുകൂല്യമോ ഇവർക്ക് ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നിയമപരമായ പരിരക്ഷയും കുറവാണ്. ഏറെക്കാലമായി കാത്തിരുന്ന സൗദി ഇന്ത്യ ഗാർഹിക തൊഴിൽ കരാർ നിലവിൽ വരുന്നതോടെ പ്രവാസി സമൂഹം വലിയ ആഹ്ലാദത്തിലാണ്. ഇന്ത്യ സൗദി ഗാർഹിക തൊഴിൽ കരാർ യാഥാർത്ഥ്യമായി. പ്രവാസികാര്യ മന്ത്രി വയലാർ രവിയും സൗദി തൊഴിൽ മന്ത്രി എഞ്ചിനീയർ ആദിൽ ഫക്കീഹും ഡൽഹിയിലാണ് കരാർ ഒപ്പിട്ടത്. ലേബർ കോഓപ്പറേഷൻ ഓഫ് ഡൊമസ്റ്റിക് സർവീസ് വർക്കേഴ്സ് റിക്രൂട്ട്മെന്റ് കരാർ സൗദി അറേബ്യയുമായി ഇന്ത്യ ഒപ്പുവെക്കുന്ന ആദ്യത്തെ തൊഴിൽ കരാറാണ്. ഗാർഹിക തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്നതും തൊഴിലാളിയുടെയും തൊഴിൽദാതാവിന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായ കരാറാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചത്. ഇന്ത്യയിൽ നിന്നെത്തുന്ന തൊഴിലാളികൾക്കും സൗദിയിലെ തൊഴിൽ ഉടമകളുടെയും അവകാശങ്ങൾ ഇതോടെ സംരക്ഷിക്കപ്പെടും. തൊഴിൽ മേഖല, ജോലി സമയം, പ്രതിമാസ ശമ്പളം, വാരാന്ത അവധി എന്നിവ തൊഴിലുടമയുമായി ഉണ്ടാക്കുന്ന കരാറിൽ നിശ്ചയിക്കും. താമസം, ചികിത്സ, യാത്ര തുടങ്ങി തൊഴിലാളികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ സ്പോൺസർ നൽകണം. ശമ്പളം ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ലഭിക്കുക. സ്പോൺസർ അക്കൗണ്ട് തുറന്നു നൽകണം. തൊഴിലാളിക്ക് അപകടമോ മരണമോ സംഭവിക്കുന്ന സാഹചര്യത്തിൽ 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ എംബസിയിൽ വിവരം അറിയിക്കാൻ സ്പോൺസർ ബാധ്യസ്ഥനാണ്. ഇവ ഉറപ്പുവരുത്താൻ റിയാദിൽ സംയുക്ത സമിതിയും നിലവിൽ വരും. വീട്ടുജോലിക്കാർ, ഡ്രൈവർമാർ തുടങ്ങി സൗദിയിൽ ജോലി ചെയ്യുന്ന 6 ലക്ഷത്തോളം ഇന്ത്യൻ ഗാർഹിക തൊഴിലാളികൾക്ക് കരാർ പ്രയോജനപ്പെടും. ഇതോടെ തൊഴിലാളികൾ സൗദി അറേബ്യയുടെ നിയമപരിരക്ഷയിൽപ്പെടും. ഗാർഹിക തൊഴിലാളികൾക്ക് അവർ ജോലി ചെയ്യുന്ന വീടുകളിൽ നിന്ന്, ഭവനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഉടനെ ഇന്ത്യൻ എംബസിയിലും കോൺസുലേറ്റിലും കംപ്ലൈൻറ്റ് നൽകുവാനും അതിന് അവർക്ക് വേണ്ട വിധത്തിൽ ഇടപെടാനുള്ള നിയമപരമായ പരിരക്ഷ നൽകുവാനുള്ള സംവിധാനവും ഈ എഗ്രിമെൻറ്റിലുണ്ട്. അപ്പോൾ അത് വളരെ സുരക്ഷിതമായി നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള സ്ത്രീ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസ്ഥ സംജാതമാക്കുകയാണ് ചെയ്യുന്നത്. മധ്യവർത്തികളെയും ചൂഷകരെയും ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള കുറ്റമറ്റ റിക്രൂട്ട്മെന്റ് ആയിരിക്കും ഇനി നടക്കുക. ഇന്ത്യയിലെയും സൗദിയിലെയും അംഗീകൃത ഏജൻസികൾക്ക് മാത്രമേ റിക്രൂട്ട്മെന്റ് നടത്താൻ അനുവാദമുണ്ടാകുകയുള്ളൂ. റിക്രൂട്ടിംഗ് ആരംഭിക്കാനുള്ള പ്രാഥമിക നടപടികൾ സൗദി കമ്പനികൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. രാജ്യത്ത് ഗാർഹിക തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന വർദ്ധിച്ച ആവശ്യമാണ് കരാർ ഒപ്പിടുന്നതിനു മുമ്പേ നടപടികൾ തുടങ്ങിവെക്കാൻ കമ്പനികളെ പ്രേരിപ്പിച്ചത്. കരാർ യാഥാർത്ഥ്യമാവുമെന്നറിഞ്ഞതോടെ ജോലിക്കാരെ ആവശ്യപ്പെട്ട് നിരവധി സ്വദേശികളാണ് കമ്പനികളെ സമീപിച്ചത്. ഇവരിൽ നിന്ന് കമ്പനികൾ അപേക്ഷകൾ സ്വീകരിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ഏജന്റുമാരുമായും കമ്പനികൾ പ്രാഥമിക ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. റിക്രൂട്ട്മെന്റിനായി 10,000 മുതൽ 12,000 റിയാൽ വരെ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. തൊഴിൽ നിയമലംഘനങ്ങൾക്ക് തൊഴിലാളികൾ വിധേയമായാൽ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കെതിരെ നടപടിയെടുക്കും. തൊഴിൽ കരാർ പ്രകാരം ഇവർ തൊഴിലെടുക്കുന്ന പ്രദേശത്തിന്റെ വിവരങ്ങൾ കമ്പനികൾ നൽകണം. 2 എക്സ്ട്രീം സിറ്റുവേഷൻ അവിടെ കാണാറുണ്ട്. ഒന്ന്, വളരെ അധികം സ്നേഹത്തോടും മനുഷ്യത്വത്തോടും പെരുമാറുന്ന ഒരു വിഭാഗമുണ്ട്. അതേസമയത്ത് വളരെ മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന മറ്റൊരു വിഭാഗമുണ്ട്. 2 എക്സ്ട്രീമാണ് നമ്മൾ സൗദിയിൽ കാണാറുള്ളത്. പക്ഷെ അതിനെല്ലാം ഒരു ചിട്ടയും, അതായത് നിയമത്തിൻ്റെ പരിധിയിൽ കംപ്ലീറ്റ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം, അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് കാണുന്നത് വളരെയധികം പരിരക്ഷ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. നിയമങ്ങൾ പിന്തുടർന്ന് തൊഴിൽ കരാർ ഒപ്പിട്ടവർക്ക് മാത്രമേ ഇനി വീട്ടുജോലിക്കായി സൗദിയിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. നിലവിലെ ജോലിക്കാർക്കും കരാറിന്റെ ഭാഗമാവാൻ കഴിയും. നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്നവർ അവധിക്ക് നാട്ടിൽ പോയി തിരികെ എത്തണമെങ്കിലും തൊഴിൽ കരാർ നിർബന്ധമാക്കും. സൗദിയിലെ തൊഴിൽ മേഖലകളിൽ സ്വദേശികളുടെ ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ മാറ്റങ്ങളോടെ നിദാഖാത്ത് പദ്ധതിയുടെ പരിഷ്കരിച്ച പതിപ്പ് തൊഴിൽ മന്ത്രാലയം തയ്യാറാക്കിയതായി പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. പരിഷ്കരിച്ച പതിപ്പ് ഏതാനും നാളുകൾക്കുള്ളിൽ പുറത്തുവിടുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. രാജ്യത്തെ തൊഴിൽശാലകളിൽ സ്വദേശികളുടെ നിയമന ശതമാനം വർദ്ധിപ്പിക്കുകയാണ് പരിഷ്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്നവർ അവധിക്ക് നാട്ടിൽ പോയി തിരികെ എത്തണമെങ്കിലും തൊഴിൽ കരാർ നിർബന്ധമാക്കും. കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചിട്ട് വർഷങ്ങളായെങ്കിലും
കഴിഞ്ഞ മെയ് 30-നാണ് സജീവ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. ഇന്തോനേഷ്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഗാർഹിക ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് നിലച്ച സാഹചര്യത്തിലാണ് ഇന്ത്യയുമായി പെട്ടെന്ന് കരാർ ഒപ്പിടാൻ സൗദി തയ്യാറായത്. നിദാ ഖാത്തുമായി ബന്ധപ്പെട്ടുണ്ടായ സാഹചര്യങ്ങളും ചർച്ചകൾക്ക് വേഗം കൂട്ടി. സൗദി തൊഴിൽ മന്ത്രാലയം വിദേശകാര്യ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് അൽ ഫുഹൈദ്, റിയാദ് ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സിബി ജോർജ് എന്നിവരാണ് കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. നിദാ ഖാത്തിന്റെ ആ സന്ദർഭത്തിൽ ഇന്ത്യക്കാർ അതിനുവേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സൗദി ഗവൺമെന്റിന് വളരെയധികം ശ്ലാഘനീയമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ഇന്ത്യക്കാരിൽ എന്തോ ഒരു വളരെ വിശ്വാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുവാൻ നമ്മുടെ എംബസിയും കൗൺസിലേറ്റും നമ്മുടെ സാമൂഹ്യ സംഘടനകളും സഹായകമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഗാർഹിക തൊഴിലാളികളെ കയറ്റുമതി ചെയ്യുന്ന ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട്. എന്നാൽ കരാറിനെതിരെ വിമർശനങ്ങളും ഉയർന്നിരുന്നു. ഇന്ത്യൻ വീട്ടുജോലിക്കാരെ കൂട്ടത്തോടെ സൗദിയിലെത്തിക്കാനുള്ള ശ്രമമാണ് ഇതിനു പിന്നിലെന്നായിരുന്നു ആരോപണം. ശമ്പളവുമായി ബന്ധപ്പെട്ടും വിവാദമുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് എംബസി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സൗദിയിലെ പ്രവാസികളുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആവശ്യത്തിന്റെ പ്രാഥമിക ഘട്ടമാണ് ഈ തൊഴിൽ കരാറിലൂടെ പുതുവർഷ സമ്മാനമായി സാധ്യമാകുന്നത്.